ഒരു ദിവസം പതിവ് പോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗൗതമൻ നദിയിലേക്ക് സ്നാനത്തിന് പോയ സമയം ഇന്ദ്രൻ ഗൗതമന്റെ രൂപത്തിൽ അഹല്യയെ സമീപിച്ച് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി അഭിവാഞ്ചിതം അറിയിച്ചു. സ്ത്രീ സഹജമായ ദൗർബല്യം കൊണ്ടോ അഥവാ ചിരകാലമായി അടക്കി നിർത്തിയിരുന്ന അഭിലാഷം അവസരം കിട്ടിയപ്പോൾ അദമ്യമായി തീർന്നതുകൊണ്ടോ അഹല്യ പ്രതിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, അവസരത്തിനൊത്തുയർന്ന് അമരേന്ദ്രന്റെ അഭിലാഷത്തിന് വഴങ്ങുക കൂടി ചെയ്തു. അഭീഷ്ടപൂർത്തിക്ക് ശേഷം അഹല്യ വേഗം ഇന്ദ്രനെ യാത്രയാക്കി. അമരാധിപ, എന്റെ ചിരാഭിലാഷം നിറവേറ്റി. ഇനി അങ്ങ് ഉടനെ ഇവിടുന്ന് പോകണം. അങ്ങയുടെയും എന്റെയും രക്ഷയ്ക്ക് അത് ആവശ്യമാണ്. അഹല്യ തിടുക്കം കൂട്ടുകയാൽ പുരന്ദരൻ പർണശാലയിൽ നിന്ന് പുറത്തേക്ക് കടന്നു ശീഘ്രം നടന്നു. നദീസ്നാനം കഴിഞ്ഞ് കമണ്ഡലവും യോഗദണ്ഡും കയ്യിലേന്തി പർണശാലയിലേക്ക് മടങ്ങുന്ന ഗൗതമ മഹർഷി തന്റെ തപോവാടത്തിലൂടെ ഒരു രൂപം നടന്നു നീങ്ങുന്നത് ദൂരെ വച്ച് തന്നെ കണ്ടു. ആലോചനാധീനനായ മഹർഷി ഞൊടിയിട കൊണ്ട് ജ്ഞാനദൃഷ്ടിയാൽ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു. മഹർഷി ഗർജിച്ചു, നിൽക്കവിടെ. എന്റെ വ്യാജവേഷം കെട്ടി കൊള്ളരുതായ്മയ്ക്ക് നടക്കുന്ന നീ ആരാണ്? സത്യം പറ, ഇല്ലെങ്കിൽ ഇക്ഷണം നിന്നെ ഞാൻ. മഹർഷി പറഞ്ഞു തീരും മുൻപേ തന്നെ ലജ്ജിതനും ഭയചകിതനുമായ ആ കപടവേഷധാരി ഓടി മുമ്പിൽ അണഞ്ഞു പറഞ്ഞു, പുണ്യാത്മൻ ദേവേന്ദ്രനാണ് ഞാൻ. മദനാധിഭൂതനായി മഹർഷ്യാശ്രമത്തിൽ കടന്ന് മഹാപാപം ചെയ്തു പോയി. ക്ഷമിക്കണം. ചി പാപി, കാമം കൊണ്ട് കണ്ണു കാണാതായ നിനക്ക് 1000 കണ്ണുകൾ ഉണ്ടാകട്ടെ. മഹർഷി തിടുക്കത്തോടെ തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. ആശ്രമത്തിലെത്തിയ മഹർഷി അപരാധബോധത്താൽ ആത്മഗ്ലാനി പൂണ്ട് തൊഴുകൈയുമായി നിൽക്കുന്ന പത്നിയെ കണ്ട് പൊട്ടിത്തെറിച്ചു. എടി വഞ്ചകി, എനിക്കെല്ലാം മനസ്സിലായി. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ആഹാരമില്ലാതെ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് 100 വത്സരം ഈ ശിലാതളിമത്തിൽ ഒട്ടിക്കിടന്നുകൊണ്ട് നീ തപസ്സു ചെയ്യുക. ഈ ആശ്രമ പരിസരത്തിൽ അത്രയും കാലം ഒറ്റ ജീവികൾ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ പശ്ചാത്താപത്താൽ നിന്റെ പാപം ദഹിച്ചു തീരട്ടെ. ദശരഥ നന്ദനായ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി വന്ന് നിന്റെ ശിലാമയ ശരീരത്തിൽ എന്ന് പാദസ്പർശം നടത്തുന്നുവോ അന്ന് നീ അദ്ദേഹത്തിന്റെ പാദപൂജ ചെയ്ത് ശാപമുക്തയായി പൂർവ്വരൂപം പ്രാപിച്ച് എൻ്റെ സഹധർമ്മിണിയായി തീരും. ഗൗതമ മഹർഷി ആശ്രമം ഉപേക്ഷിച്ച് തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോവുകയും ചെയ്തു. അന്നു മുതൽ അഹല്യ ഈ ആശ്രമത്തിലെ ശിലാതലത്തിൽ ആർക്കും കാണാൻ കഴിയാതെ തപോനിരതയായി ശയിക്കുകയാണ്. രാമചന്ദ്ര സ്വശരീരത്തിൽ കുമാരന്റെ പാദസ്പർശം പതിയാൻ കാത്തു കിടക്കുകയാണവൾ. വരൂ.